ഞാൻ ജാങ്കോ സ്പേസിൽ ഇതുപോലെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക്. നമസ്കാരം ആൻഡ് വെൽക്കം ടു ജാങ്കോ സ്പേസ്. മിന്നൽ മുരളി പാർട്ട് 2 പറ്റി പ്ലാൻ ഉണ്ടെന്ന് കേട്ടില്ല. ഉണ്ട് സെയിം ഇതുപോലെ തന്നെ ഒരു സൂപ്പർ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കൊരു ഗെയിമിലോട്ട് പോയാലോ? ഗെയിമോ? Something related to Charaman Poga. ഞങ്ങളൊരു 4 വാക്കിന് something related to lava. ഞാൻ പറഞ്ഞില്ലേ എത്ര ബുദ്ധിയുള്ളവരോടില്ലാന്ന്. ക്രോക്കോഡൈൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 പേരുടെ പേര് ദുഷ്ടത നിറഞ്ഞ മനസ്സാണ്. ദുഷ്ടത നിറഞ്ഞ മനസ്സ്. ഞങ്ങളൊക്കെ ഈസി കൊടുത്തിട്ടെ കലിപ്പനും കാന്താരിയും വോൾക്കാനും അടുത്ത് പിടിക്കണം. ഇത് ഒരു ബന്ധമില്ലാത്ത തോറ്റു തൊപ്പിട്ട് 4 തൊപ്പിയുണ്ടോ വെക്കാൻ? ഈ കണ്ടന്റ് പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നല്ല കുട്ടികളാ? അല്ല, ശരിക്കും ഇവരെന്ന് പറഞ്ഞാല് ഇവരിപ്പോ വീട്ടിൽ പോകും. അത് ഈ പറഞ്ഞ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഇവരും സംഭവം കിട്ടുന്ന സമയത്ത് ഇവർ നോട്ട് ചെയ്ത് വെക്കും, പിറ്റേ ദിവസം വരുമ്പോൾ ചെയ്യാനൊക്കെ ആയിട്ട്. എന്നിട്ട് രാവിലെ വരുമ്പോൾ ജസ്റ്റ് മീറ്റിംഗിൽ ഇതൊന്ന് പറയും, നമ്മൾ ജസ്റ്റ് ഇതാണ് ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കത് വരുന്ന ചെറിയൊരു ഐഡിയ ആയിട്ടായിരിക്കും. എല്ലാവരും കുറെ ഇൻപുട്ടൊക്കെ തന്നിട്ട് അത് നല്ലൊരു ഐഡിയ ആക്കി മാറ്റിയ ശേഷം നേരെ നമ്മുടെ ഷൂട്ടിങ്ങിലേക്ക് കിടക്കുക എന്നുള്ള പരിപാടിയാണ്. വേറെ അതിനിടയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എനിക്കത് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുവാണെങ്കിൽ പിന്നെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, വർക്കൗട്ട് തന്നെയാണ് അതിനെ കാണുന്നത് ശരിക്കും പറഞ്ഞത്. ഓക്കെ, കമ്മിങ് ടു അടുത്ത സൂത്തേട്ടൻ. ഈ രണ്ട് അറ്റത്തിരുന്നിട്ട് 2 സൂത്തും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ വിടത്തില്ല. ഞാൻ ഗ്യാപ്പ് കിട്ടുണ്ട്. അതെ, നിങ്ങളെ ഗ്യാപ്പ് കൊടുക്കാത്ത പാവുണ്ട്. ഒരു സ്ക്രീനിന് സ്പേസിൽ ഒതുങ്ങിപ്പോയി പാവം. സൂത്തേട്ടാ, ഈ കഴിഞ്ഞ ഇതിലൊക്കെ പറയുന്ന കേട്ടു രാഹുലേട്ടനൊക്കെ മറ്റേ സീരിയസ് സിറ്റുവേഷനിലൊക്കെ ചിരിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പാടാണോ? പാടുണ്ട്. അല്ല, അവൻ സീരിയസ് ആയിട്ട് ചിരിച്ചാലും അവൻ ചിരിച്ചാലും നല്ല തേക്ക് വേറെ എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. Thank you. പിന്നെ ഏറ്റവും കൂടുതൽ ഇവനാ ഡയറക്ടറെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കാനും പാട് ഇവനായിരിക്കും. ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തന്നെ ഇറങ്ങി വരുമ്പോ ഒരു സാധനം കൂടി ചെറിയൊക്കെ എന്റെ ഇതാവാൻ വിട്ടെ. അത് അവന്റെ മൈൻഡിലുള്ള സാധനം കിട്ടുന്ന വരെ ടേക്ക് പോകും. അതാണ് പ്രശ്നം. നമ്മളൊക്കെ ഓക്കെ, നമ്മൾ കൂടെ നിൽക്കുന്ന ആള് ഓക്കെ ആക്കാൻ ഐ മീൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ഓക്കെ പറഞ്ഞിട്ടേക്ക് പോരും. പക്ഷെ കിട്ടുന്നവരെ പോണം. ഇപ്പൊ ഇവരുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലും കാണുന്ന ചേട്ടൻ തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എന്റെ ഇന്റർവ്യൂ ഞാൻ ചിലപ്പോൾ ഫുള്ള് കാണാറില്ല. എഡിറ്റർ ചേട്ടനാണ് അത് ഫുള്ള് കാണുന്നതും കട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കുറെ വട്ടം കാണുമല്ലോ. അപ്പൊ ഈ ചെയ്യുന്നത് തന്നെ ഈ കൂട്ടത്തിലെ ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാ? എനിക്ക് ഇവരുടെ കൂടെ തിരിച്ചു പോകണം. അതൊന്നും എനിക്കറിയില്ല. ഒരാളുടെ പേര് പറയും പെട്ടത്. ഭയങ്കര അടിപൊളി ആക്ടറാണല്ലോ, ബ്രില്യന്റ് ആക്ടറാണല്ലോ. നാളെ വിഷം കളിക്കട്ടെ. അല്ല, അങ്ങനെ എനിക്ക് രാഹുലും ചാണ്ടിയും അങ്ങനെ കിട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാജലും സൂപ്പറായിട്ട് എനിക്ക് മിലനെയും സ്റ്റീഫനെയും അങ്ങനെ ഞാൻ ഇവര് പോയി കഴിഞ്ഞ ശേഷം ഞാൻ വന്നേ. അപ്പം ഇവരുടെ വർക്ക് അങ്ങനെ അധികം എഡിറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. പിന്നെ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവരുടെയൊക്കെയാണ്. ചാണ്ടീന്റെ രാവിലും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് കട്ട് ചെയ്യുമ്പോൾ തോന്നാറാണ്. കേട്ടാ ഞാൻ കാരണം നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? പല്ല് കടിക്കണം. ഈ കൂടെ തന്നെ 2 ഇടിവിട്ട് എഡിറ്റേഴ്സ് വേറെ ഉണ്ട്. ഞാൻ പറയാം, എന്നെ 5 വട്ടം പറയണമെന്ന് പറഞ്ഞ മനീഷേട്ടൻ പറഞ്ഞു വിട്ടാണ്. ഇടിയും വെട്ടും പോലെ ഗൗതവും മനീഷ് 2 എഡിറ്റേഴ്സ് ആണ്. റിനീഷ് ഡിസൈനർ ക്യാമറമാൻ അഭിരാമിനൊരു ഹായ് താഴെ എഴുതി കാണിക്കും. അഭിരാമുണ്ട്, അജിത്തേട്ടനുണ്ട്, ആണല്ലേ? കൊള്ളാം. അഡ്മിനിസ്ട്രേഷനിൽ അജിത്തേട്ടനുണ്ട്, സൂര്യേട്ടൻ, ചേച്ചി
എത്തിച്ചു. ഞാൻ എന്തായിരുന്നു ചോദിച്ചത്? ഞാൻ അങ്ങനെ വിഷയത്തിൽ തെറ്റുകളോടോ? എന്തോ ഞാൻ മറന്നുപോയതുപോലെ. കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. അവിടെയാണ് അത് തിരിച്ചു തുടങ്ങിയത്. പറഞ്ഞു പറഞ്ഞു അതിനുള്ള ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ സെപ്പറേറ്റ് കോണ്ടന്റ്സ് അല്ലേ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്? ലൈക് കഥയ്ക്കും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ രണ്ടിന്റെയും ഓഡിയൻസിനും ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ കാണുന്നതില്? അതുകൊണ്ട് നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോമിലും ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. നമുക്ക് യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കുട്ടികൾ കുറച്ച് പേര് കൂടുതൽ യൂട്യൂബിൽ വരുന്നുണ്ട്. യൂട്യൂബിൽ പിന്നെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഫീമെയിൽ ഓഡിയൻസ് ആണ് യൂട്യൂബിൽ കൂടുതലുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴത്തേക്ക് മെയിൽ ഓഡിയൻസും ഫീമെയിൽ ഓഡിയൻസും ഏതാണ്ട് ബാലൻസ്ഡാണ്. എഫ് ബിയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഓഡിയൻസ് ആണ് കൂടുതൽ. മെയിൽ ഓഡിയൻസ് ആണ് കൂടുതൽ. ഓക്കെ, ആക്ച്വലി എല്ലാ ഓഡിയൻസും വരുന്നുണ്ട്, പല ഏരിയ ആയിട്ടുള്ള ഓഡിയൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വർക്കാവുന്ന പോലത്തെ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. തീരുമാനിക്കാറുണ്ട്. ഓക്കെ, എന്താണ് അതിന്റെ ഒരു ബേസിക്? യൂട്യൂബിലേക്കാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ്? ഫേസ്ബുക്കിലാണെങ്കിൽ അവിഹിതം, ഫേസ്ബുക്ക് യൂസേഴ്സ് ഇത് കേൾക്കണം. അങ്ങനെയല്ല. അങ്ങനെയല്ല. ശരിക്കും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അവർക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടെ നമ്മൾ ജെൻസി ആ ഒരു ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഇരിക്കുന്ന രണ്ട് ടൈപ്പ് ഓഡിയൻസും ഉണ്ട്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഫാമിലി കണ്ടന്റുകൾ ചെയ്യുന്ന കാരണം അത് കണ്ടിട്ട് വരുന്ന ഓഡിയൻസും ഉണ്ട്. അല്ലാതെ റീൽസ് ചെയ്യുന്ന കാരണം ഈ കുട്ടികളും അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ട്. എനിക്ക് എല്ലാ ഓഡിയൻസും കൂടെ ഉള്ളത് യൂട്യൂബിലാണ്. ഫേസ്ബുക്കിൽ കുറച്ചുകൂടെ ഏജ് ആയിട്ടുള്ള, അത് ഫോളോ ചെയ്തേക്കുന്ന മുമ്പോട്ട് ഫോളോ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. കുറച്ചുകൂടെ 35 ആ ഏജിലേക്ക് വരുന്ന ഓഡിയൻസ് ആണുള്ളത്. ഓക്കെ, ഞാൻ ന്യൂസ് ചാനൽ കാണാറില്ല. ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് ലൈവിലെ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനാണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് പിള്ളേരെ കിടന്ന് അഴിഞ്ഞാണ് റിലേഷൻ ആണതല്ലേ എന്നിട്ട് പ്രേമം വരെ പറഞ്ഞ് പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ സാധാ ചാനലുകളുടെ ലൈവ് ചാറ്റ് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അത്രയും കമന്റ് ഇറങ്ങി ഞാൻ വീടിന്റെ താഴെ കേരള പ്രളയത്തിന്റെ ഫോൺ എടുക്കടാ യൂസർ കമന്റ്സ് കാണാറുണ്ട്. ആ വിലന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഭയങ്കര അടിപൊളിയായിരുന്നു, ആ മഴയത്തെ വീഡിയോ. അപ്പൊ അതിന് കമന്റ്സ്, അതിനുള്ളതല്ല, ഓൾമോസ്റ്റ് മിലന്റെ വീഡിയോസിനൊക്കെ കുറെ പേര് കമന്റ്സ് ചോദിക്കാറുണ്ട്. ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിലോട്ട് എത്തിയത് എങ്ങനെയാണ്, ഇതൊക്കെ അത്രയും ചിരിപ്പിക്കുന്ന ഒരു ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് എനിക്ക് ഒരു ഡെങ്കു വന്നു. അതന്നെ വരുന്നുണ്ട്. അതല്ല ഇല്ല, ഒന്നുമില്ല മാറ്റണം, അതൊന്നുമില്ല, എനിക്കറിയില്ല. ഡെങ്കു വന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് തിരിച്ചു വന്നപ്പോ ഡെങ്കുവിന് കുറച്ച് മറ്റേ മെന്റൽ കുറച്ച് ഫ്രസ്ട്രേഷനും മെന്റൽ. നമുക്ക് ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്താ പറയാ ഡിപ്രഷൻ വരും. അതുപോലെ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു കുറച്ച് നാള്. അപ്പൊ ആ സമയത്ത് എന്റെ കണ്ടന്റ്സ് നോക്കിയാലും മനസ്സിലാവും എനിക്ക് വല്ലാത്ത ഡിപ്രഷൻ ആയിരുന്നു ആ സമയത്ത്. ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ എനിക്ക് അനീമിയ വന്നു, അതായത് ബ്ലഡിന് പ്രശ്നം. ആ സമയത്ത് എനിക്ക് ഹെയർ ലോസ് ആയിരുന്നു, എനിക്ക് ഇത്രയും മുടി കേറിപ്പോയി, വെട്ടിക്കളഞ്ഞു ഞാൻ. അപ്പൊ അങ്ങനെ ഹെൽത്ത് കണ്ടീഷനിലൂടെ കടന്നുപോയി. ഇപ്പൊ എന്ത് തിന്നിട്ട് ശരീരത്തിൽ പിടിക്കണ്ട. പിന്നെ ആ ഒരു സമയത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ രാത്രി ഒരു 1 മണിക്കൊക്കെ എനിച്ചിട്ട് നമ്മുടെ ന്യൂട്ടല്ല കഴിക്കുക, KFC ഓർഡർ ചെയ്ത് കഴിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് നിർത്തി. ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. നേരത്തെ കാര്യം പ്രശ്നം ഉണ്ടായിരുന്നു. ഏഷ്യയിൽ കയറി കുറച്ച് നാള്. ആദ്യം ഞാൻ ഏഷ്യയിൽ വരുമ്പോൾ എനിക്ക് അധികം തടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ശീലം തുടങ്ങി അങ്ങനെയൊക്കെ ഒരു 7-8 മാസം തോന്നുന്നു ഞാൻ ഭയങ്കര ഉണ്ടായിരുന്നു. എനിക്ക് ഞാനങ്ങനെ ഫിസിക്കലി ശ്രദ്ധിക്കാറില്ല. ഞാൻ ഇങ്ങനെയാണോ, ഞാൻ മെന്റലി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്കൊരു ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. ആള് മെന്റലി നന്നായിരിക്കണം. ഞാൻ പറയാറില്ല നിന്റെ അടുത്ത് ഉണ്ട് ചായ കുടിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പോടാ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഞാൻ മൈൻഡ് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഫിസിക്കലി നോക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തടി കുറഞ്ഞു, പിന്നെ തനിയെ തടി കുറഞ്ഞു. പിന്നെ ഞാൻ ഹെയർ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്റെ ഹെയർ പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹെയർ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞ
സൈഡിലേക്ക് 4 പേരെ കൊണ്ടുപോയില്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു കേട്ടോ, ഷുഗർ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാം. കട്ട് ചെയ്തൊന്നും പറയില്ല കംപ്ലീറ്റ്. എന്നാലും എനിക്ക് ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടോ? ഡയറ്റ് പ്ലാൻ ഒന്നുമില്ല. 6 മണി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ കഴിക്കും, പക്ഷെ മാക്സിമം കഴിക്കാതിരിക്കും. കാരണം എനിക്ക് എക്സീമ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കാരണം സ്കിന്നിന് വരുന്നത് ഡ്രൈ ആവും. ഇത് ഷുഗർ കൂടുതൽ കഴിച്ചാൽ ഭയങ്കരമായിട്ട് കൂടുതലാവും. അപ്പൊ അതുപോലെ ഷുഗർ ഒന്ന് ചവിട്ടി. കൊറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളല്ലേ? ഷുഗർ പച്ചക്ക് കഴിക്കാൻ നിർത്തി. ഇപ്പൊ ചായ ഇടയ്ക്ക് വല്ലപ്പോഴും 6 മണി കഴിഞ്ഞാൽ ഷുഗർ കട്ട് മാറി ഷുഗർ കട്ട് എടുത്ത് തിന്നും. അങ്ങനെ ഒരു പ്രശ്നം. എനിക്കാണ് മനസ്സിലാവുന്നത്, പറയുന്നത് അങ്ങനെയാണല്ലോ. എനിക്ക് ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ മാക്സിമം. ചിലപ്പോഴൊക്കെ ഞാൻ ഒരു 2-3 ദിവസമൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു കൂട്ടിയിട്ട് കഴിക്കാം. അങ്ങനെ ഒരു പ്രശ്നം. മയക്കും കൂടെ പിടിച്ചിട്ട് കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും സിമിലർ ആണെന്ന് എല്ലാരും പറഞ്ഞ് കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവൂലോ? ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫ്രം ദ ബിഗിനിങ് തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര സിമിലാരിറ്റി ഉള്ളത് പോലെ. പേരുണ്ട്, കാഴ്ചയിലും ഏകദേശം കുറച്ചൊക്കെ. എനിക്ക് തോന്നുന്നു മിലൻ പോയിട്ട് 2ാമത് വന്നില്ലേ, അതിനുശേഷം അത്രയും തോന്നുന്നില്ല. ആദ്യത്തെ കുറച്ച് ചബ്ബിയായിരുന്ന സമയത്തൊക്കെ ഭയങ്കര സിമിലാരിറ്റി തോന്നുമായിരുന്നു. അതിന് മുമ്പേ കമന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ സിസ്റ്റേഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കമന്റ്സിന്റെ ഏറ്റവും കിട്ടിയ ഏറ്റവും അടിപൊളി ഒരു പോസിറ്റീവ് കമന്റ് ഏതാ? കൊള്ളാം, നല്ല വീഡിയോസ്. മോട്ടിവേഷനാ. അല്ല, ഇങ്ങനെ കുറെ പേര് ചോദിക്കും നിങ്ങളുടെ ടീമിൽ എങ്ങനെ കേറുക. അടിപൊളിയാണ്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാം. ഞാൻ എവിടെ കയറിയിട്ടുണ്ടല്ലോ. അല്ല, ഇന്നലെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ നന്നായിട്ട് അഭിനയിക്കുന്നു. എല്ലാ ദിവസവും അപ്ലോഡ് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ചേട്ടൻ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയരുതായിരുന്നോ? അത് വാണി നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല, കാരണം എല്ലാം അത് വരുന്നത് നല്ലതാണ്. കുറച്ച് പേര് ഡിഫെൻഡ് ചെയ്യും നമ്മളെ, അങ്ങനെ ചെയ്യാൻ നല്ല. ഇപ്പൊ ഇന്നലെ കമന്റ് വന്നിരുന്നു, കൊള്ളാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ മടുത്ത് നിങ്ങൾ മാറിക്കോ, വേറെ ആൾക്കാർ കൊള്ളാം, നല്ല വീഡിയോസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങളെ ജോലി എന്തൊക്കെയാ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ശരിക്കുള്ള ജോലി എന്താ. ഞങ്ങളിത് ചിലര് കസിൻസ് ആണെന്ന് പറഞ്ഞാൽ ചിലർ ഫ്രണ്ട്സ് കൂടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോ ബസ്സിലൊക്കെ വരുമ്പോ ചേച്ചിയുടെ കൂടെ ഉള്ളവരൊക്കെ എന്ത് ഒന്നിച്ചാണ് നിങ്ങൾ ഒന്നിച്ചല്ലേ താമസിക്കുന്നത്. ഇങ്ങനെ പലർക്കും പല ഡൗട്ടുകളാണ്. പുറത്തിറങ്ങുമ്പോ നിങ്ങൾ എല്ലാരും തിരിച്ചറിയാറില്ലേ? എന്നാലും ഉണ്ട്. ഫാൻ മൂമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ചാണ്ടിക്കൊക്കെ എന്തായാലും ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ഉണ്ട് ആ രീതിയിൽ. അല്ല, ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും കുറിച്ച് അന്വേഷിക്കും. എല്ലാവരും അറിയാം. ഫുൾ ടീമിനെ പറ്റി വെരി ഗുഡ്. ഈയിടയ്ക്ക് ഞാനും ഹോട്ടലിൽ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഗൗതം, നമ്മുടെ വീട്ടിൽ ഗൗതം ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പം ഒരു ചേച്ചി വന്നിട്ട് ഹായ് സ്റ്റീഫൻ വിളിച്ചിട്ട് പോയി. എന്നെ പാസ് ചെയ്ത് പോയതിനു ശേഷം നോക്കിയപ്പോൾ സ്റ്റീഫന്റെ ഫ്രണ്ട് ഇരിക്കുന്നു. നമ്മളിപ്പോ കുറച്ചുനേരം വിശേഷമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടേക്ക് നമുക്കൊരു ഗെയിമിലോട്ട് പോയാലോ? ഗെയിമോ? ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിലും 2 കപ്പ് വന്നിട്ടുണ്ട്. 2ലും കുറച്ച് വേർഡ്സും ഉണ്ട്, കീ വേർഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 ടീമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ കപ്പിൽ നിന്ന് ഒരു പേപ്പർ തുറന്നു കഴിയുമ്പോൾ ഒരു വേർഡ് ഉണ്ടാവും. ആ വേർഡിനെ പറ്റിയിട്ടുള്ള ഓരോ ക്ലൂസ് നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാം. 4 പേർക്കും ഓരോ ക്ലൂ വെച്ച് കൊടുക്കാം. ലൈക്ക് ഒരു സിംഗിൾ വേർഡോ സിംഗിൾ ഫ്രേസോ ആവാം. അത് കൂടുതലാവരുത്. ആ 4 വേർഡ് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം ആ വേർഡ് എന്താണെന്ന്. കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പോയിന്റ്. ആൻഡ് റിപ്പീറ്റ്. തിരിച്ചു. നിങ്ങൾ തുടങ്ങിക്കോ. Your password is volcano. അയ്യോ റിലേറ്റഡ് ടു ലാവ. ലാവ മലയാളത്തിൽ പറയൂ. പറഞ്ഞോ, ഒരു ക്ലൂ കൊടുക്ക്. സംതിങ് റിലേറ്റഡ് ടു ചാരമൻ പുക.
ഞാൻ പറയട്ടെ? അയ്യോ എനിക്ക് വേണ്ട. ഒരു വേറെ നല്ലതല്ലേ? ശരിയല്ല അല്ല പറയാണ്ടോ നിങ്ങക്ക് തിരിച്ച്? തിളച്ചു പൊങ്ങും. അത് വൃത്തിയായിട്ട് പോയാലും മിണ്ടരുത്. എനിക്ക് കിട്ടി. നമുക്ക് ടീമായി പോയി. എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് കിട്ടി. അതൊരു വേടല്ലോ. അത് വേർഡാണല്ലോ പറഞ്ഞത്. കൊച്ചിന്റെ പേര് മല. എടി ഇത് എളുപ്പാ. ഇത് പറഞ്ഞില്ലെങ്കിൽ മോശം. ബാക്ക് ബെഞ്ചേഴ്സ് പോലല്ലേ? അത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കരുതാണ് ചിന്തിക്കില്ലേ? ഞാൻ പറയട്ടെ, ലൈക് വർഷയുടെ ഒറ്റ ക്ലൂവിന് കിട്ടും. എന്നെ തോന്നിയുള്ള ആരുമില്ല ഇവിടെ. അഡ്വക്കേറ്റ് മോശം കേട്ടോ, വേഗം പറ. അതൊന്നല്ല അതൊന്നല്ല. something related to lava, something related to ചാരമൻ പുക. ചാരൊന്നുമില്ല ഇതില്. തിളച്ചു പോകും. തിളച്ചു പോകും. ആ വാക്കറിയില്ലല്ലേ? എന്താ മനസ്സിലായത്? നിങ്ങൾ ഔട്ടായി. ഇത് തന്നെ കിട്ടും. കൃത്യമായിട്ടല്ല ടീം തിരിച്ചിരുത്തി. Your password is screen. ക്ലൂ ആയിരിക്കണേ. ക്ലൂ വാക്കുന്നുള്ളതല്ലേ? ഡെയിലി ഡെയിലി ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. മോണിറ്റർ. അത് ശരിക്കും സൂപ്പർ ക്ലൂ ആണ്. ഡെയിലി കാണുന്നതോ പേപ്പർ? അനുമാനിക്കണം. ഞങ്ങൾ നല്ല ക്ലൂ നമ്മളാ മാറ്റത്. അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഞങ്ങൾ ടീമിൽ ഞാൻ ചോദിച്ചിട്ട് ഇതിനകത്തുള്ള പേപ്പർ അതിനകത്തുണ്ട്. നീ ഇത് Your password is sure. ഡിസ്കസ് ചെയ്ത് ക്ലൂ പറയല്ലേ? നിങ്ങളുടെ ഓൺ തോട്ട്. സംതിങ് റിലേറ്റഡ് ടു ഗേൾസാ. അടുത്ത വരട്ടെ. നെക്സ്റ്റ് കലിപ്പനും കാന്താരിയും. രണ്ടുപേരുണ്ട്, എന്നാലും കുഴപ്പമില്ല. Something related to clothes. അതാ കലിപ്പനും കാന്താരിയിലാണ്.
നമ്മളെടുത്തു Your password is pattern. താങ്ക് യു. നിങ്ങൾ ഓൺ സോട്സ് ആണ് ഡിസ്കസ് ചെയ്യല്ലേ? ഞാൻ ആദ്യം പറയാം. സംതിങ് റിലേറ്റഡ് ടു മൊബൈൽ. അടുത്ത ക്ലൂ അല്ലാതെ എനിക്ക് വേറെ ആലോചിക്കണം വയ്യ. മൊബൈൽ ഫോണായിട്ട് റിലേറ്റഡ് യെസ് സംതിങ് റിലേറ്റഡ് ടു ക്ലോത്തോ മൊബൈൽ ഫോൺ ക്ലോത്തോ മനസ്സിലാവുന്നില്ലല്ലേ? സ്ട്രാറ്റജി. നിങ്ങൾ ഇങ്ങനെ വേണം കൊടുക്കാൻ, അവർക്കൊന്നും മനസ്സിലാകരുത്. ഇങ്ങനെയാണ് സംതിങ് റിലേറ്റഡ് ടു വാൾപേപ്പർ. സംതിങ് റിലേറ്റഡ് ടു വാൾപേപ്പർ. മൊബൈൽ ഫോൺ ക്ലോത്ത് വാൾപേപ്പർ. ഇനി ഒരെണ്ണം കൂടെ. ക്ലോത്ത് മീൻസ് ഗാർമെന്റ്സ്. സംതിങ് റിലേറ്റഡ് ടു എനിക്ക് എപ്പോഴാണ് പറയുന്നത്? ഗാർമെന്റ്സ് ആണ്. അതിന് മൊബൈൽ എങ്ങനെ വന്നു? സംതിങ് റിലേറ്റഡ് ടു സ്ക്രീൻ. സ്ക്രീനാ? ഇനി പറ്റില്ല, ഒരു വട്ടം തന്നുള്ളൂ, ഇനി പിന്നെ അടുത്തത് തരാം. അത് പറ്റില്ല, അത് വേണ്ട, വേറെ തരും. ഡ്രസ് വേണ്ട. അത് തെറ്റ്. അടുത്തത് ഇനി 3 ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പറയാനുള്ളേ. ഒരെണ്ണം പറഞ്ഞു കയറി ഡ്രസ്. ഗാർമെന്റ്സ്, സ്ക്രീൻ, വാൾപേപ്പർ. അത് കഴിഞ്ഞ ഇനി ചിന്തിച്ച് മാത്രമേ പറയാവുള്ളൂ. ഓരോ നീക്കവും ചിന്തിച്ച് മാത്രം. പ്ലാൻ പണി 2 ചാൻസ് പോയി. ഉള്ളി 2. ഒന്നും കിട്ടുന്നില്ല. ഉറക്കെ പറഞ്ഞ ചാൻസ് പോവും, പറയില്ല. ഞങ്ങൾ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇത്ര സമയം ഞാൻ ഗാർമെന്റ്. ടിക് ടിക് 5. ടൈം ഔട്ട്. It's pattern. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഞങ്ങളൊക്കെ ഈസി കൊടുത്തിട്ടേ കലിപ്പനും കാന്താരി വോൾക്കാനും ഒക്കെ ഇവിടെ അടുത്ത് പിടിക്കണം. കണ്ടില്ലേ? ദുഷ്ടത വരുന്ന മനസ്സിലാണ്. ദുഷ്ടത ഈ pattern Your password is bangles. സീനായി ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ കേട്ടില്ല. മിലനിന് ക്ലൂ തരത്തില്ല, മിണ്ടാ. കണ്ടില്ലേ? എസ്തെറ്റിക്സ്. ദേഷ്യമായേ. ഒരു ടീമായിട്ടൊന്നും നീ വീട്ടിൽ പോയി വീട്ടിൽ കേട്ടൂല. അതെനിക്ക് കിട്ടുന്നില്ല. കളർ. അല്ല ഇവിടെ കളർ. പൂരപ്പറമ്പ് പള്ളിപ്പെരുന്നാളിന്റെ പറമ്പ്. സന്തോഷം. പൂരപ്പറമ്പ് പള്ളിപ്പെരുന്നാളിന്റെ പറമ്പ്. ഇതവർക്ക് കിട്ടും. ഒരു ചാൻസ് പോയേ. ഇനി 3 എണ്ണം കൂടെ പറയാൻ പറ്റും. കളർ, പള്ളിപ്പറമ്പ്, പൂരപ്പറമ്പ്, ഡിസൈൻ. കിട്ടില്ല അവർക്കത്. കൂട്ടത്തില് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന ക്ലൂ മിലന്റെ. അതെ, അതെന്താ എനിക്കത് മനസ്സിലായില്ല. ഇതെനിക്ക് മനസ്സിലായി. ഇവരുടെ ദുഷ്ടത മനസ്സിലായി. ഞാൻ മനസ്സലിഞ്ഞു കൊടുത്തു.
ഒരു ക്ലൂ തരാം. ലാസ്റ്റ് നിമിഷം ഞാൻ ക്ലൂ തരാം. ഇല്ല ഞാൻ വേണ്ട. കുതിരവട്ടം പപ്പു. നല്ല ക്ലൂ അതിനുണ്ടാകാം. കുഴപ്പമില്ല, അതൊരു ക്ലൂ ആയിട്ട് അത് പോയിട്ട് നമ്മൾ കാര്യം കണക്കാക്കാൻ പറ്റില്ല. മണ്ടനാ. നല്ല ക്ലൂ ആയിരുന്നു. കിട്ടിയത് ഇത് പോയത് ഇത് പറയുമ്പോൾ പറ്റില്ല. ഇട്ടേക്കാം. ഫെസ്റ്റിവൽ. ആ വളരെ കറക്റ്റായി. നിങ്ങൾ തോറ്റോ? അല്ല ചോക്ലേറ്റ്. ശരിയാ. ചോക്ലേറ്റ് കാണിച്ചു തരണം കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ചെണ്ടമേളം ബാംഗിൾസ്. Your password is space. ഞാൻ ആദ്യം പറയാം. നോ കീബോർഡ്. എഡിറ്റേഴ്സ് പിന്നെ എന്താ പറയുന്നത്? അതൊരു യൂണിവേഴ്സ്. യൂണിവേഴ്സ്. അതെ. പറയണം. യൂണിവേഴ്സ്. അതെന്റെ ക്ലൂ. നല്ല ക്ലൂ. സ്പേസ് ആണോ? ഒരു കാര്യം ചെയ്യ്. ചോദിക്കട്ടെ, കാണിച്ചു തരുന്ന കണ്ടോ? കീബോർഡ് ഇല്ല അല്ല അവിടുന്ന് എനിക്ക് പറഞ്ഞു ഈ തന്നതാണ്. ആളുടെ അതിന് ബുദ്ധിയുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ബുദ്ധിയുള്ള ആളാ. അല്ലേ? ഞങ്ങളുടെ ഇവിടെ ബുദ്ധിയുള്ള ഒരു കൂടുതലാണ്. ശരിയല്ലേ? ഞാൻ എഡിറ്റ് ചിന്തിക്കണ്ടായിരുന്നു. പുള്ളി ചില കാരണങ്ങൾ കൊണ്ടാണ് ഓക്കേ, ഇനി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കേട്ടോ. ഇവർക്ക് 2 പോയിന്റ്സ്, നിങ്ങൾക്ക് 1 point. മിണ്ടരുത് കേട്ടോ. ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. ഇനി എത്ര എണ്ണം ഉണ്ട്? അത് നീ നേരത്തെ പറഞ്ഞു കൊടുത്തോ. സൂപ്പർ. ഒരു ക്ലൂ ആരും കൊടുക്കരുത്. മാരകമായ clue. കൊടുത്ത് പറയും. വെള്ളം. ഓക്കെ അടുത്തത് അതിരപ്പള്ളി ന്യൂസ്. ന്യൂസ്. നല്ല സുഖ ക്ലൂ ആട്ടോ ഞാൻ തന്നത്. May not be favorite. ആ. May not be favorite. May not be favorite. ഒരു ബന്ധത്തെ കൊടുക്കണല്ലേ? ഇത് നമ്മൾ നോക്കും. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായില്ലേ ഇത്ര നേരമായിട്ട്? Yes. ഇത് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. കഴിഞ്ഞു. കളി കഴിഞ്ഞില്ലേ? അയ്യോ, കഴിഞ്ഞില്ലേ? ഇത് പറയരുത് കേട്ടോ അവര്. കയ്യെങ്കിലും നമുക്ക് പിടിക്കണം കേട്ടോ. പറയരുത്. ഇല്ല ടൈയല്ല നമ്മള് രണ്ടെണ്ണം. ക്ലൂ ഒന്നും കിട്ടില്ല. എന്ത് ക്ലൂ പറഞ്ഞാലും പറയും നിങ്ങൾ. അതാണ് കുഴപ്പം. ടീം ക്രിക്കറ്റ് ടീം ഒരെണ്ണേ ഉള്ളൂ. ഞാൻ വെള്ളം പറഞ്ഞു. Next നിങ്ങൾ പറ. ഒന്നും ഇല്ലാണ്ട് കേട്ടോ. ചോദിച്ചാൽ മതി. കണ്ടു പറഞ്ഞാലും ഇതെന്താ പറയാ? അത് പറയാൻ കിട്ടില്ല. കിട്ടില്ല. കിട്ടില്ല പറഞ്ഞോ. കണ്ണ്. നിങ്ങളുടെ ക്ലൂസിന്റെ പ്രത്യേകത അറിയോ? ഇത് എഴുതിയ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ഏത് ഭാഗത്താണ് പറയുന്നത്. ഞാൻ ഇവിടെ ചോദിച്ച അവർക്ക് പോലും അറിഞ്ഞൂടാ. ഡയറക്ട്ലി ഉള്ള ക്ലൂ അല്ല അത്. അതിൽ എല്ലാവരും പിടിക്കേണ്ടായിരിക്കും. ഫിഷായി പിടിച്ചതായിരുന്നു. അല്ല നെക്സ്റ്റ് പറട്ടെ. അടുത്ത കാറ്റായി പറട്ടെ. നീ ഇവിടെ ഞാൻ വേറെ പറയാം. ക്ലൂസ് എന്തൊക്കെയാ? വെള്ളം, ആതിരപ്പള്ളി ന്യൂസ്. നീ എന്ത് പറഞ്ഞല്ലോ? ഫേവറേറ്റ് അല്ല. ആർക്ക് ഫേവറേറ്റ് അല്ല? കണ്ണ്. അതാണ് ന്യൂസ് എന്താ? മനസ്സിലായില്ലേ? കിട്ടി. കിട്ടി. പക്ഷെ അതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. യെസ്. ഇനി രണ്ടു ഉത്തരം കൂടിയല്ലേ ഉള്ളൂ? ഉള്ളു. Yes, ഇത് നമ്മളുടെ വിജയമായിരിക്കും. ഞാനല്ലേ പറയണ്ടേ? അതെ. Wow. ഡബിൾ ഡബിൾ അല്ലേ? ഞാൻ ആരാ പറയാ പറഞ്ഞേ? പറയോ? അതിരപ്പള്ളി ന്യൂസിൽ വന്നത് ആ മറ്റേ സുനാമി ആയിരിക്കും. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒഴുകി പോവാത്ത സാധനം. ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു. പറഞ്ഞോ. വാട്ടർഫോൾ. വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കഴിഞ്ഞു. ക്രോക്കഡൈൽ, ചീങ്കണ്ണി, കണ്ണ്, അതിരപ്പള്ളി ന്യൂസ് വന്നു, വെള്ളത്തിൽ കിടക്കുന്നു. ക്രോക്കഡൈൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3 പേരുടെ പേര്.
ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ആള്. ആരെങ്കിലും റോബിൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ആള്. അത് നല്ലൊരു clue ആയിരുന്നു. ശരി ശരി ആ, കളിക്കില്ലേ നീ? ഫേവറേറ്റ് ഇത് പ്ലാൻ ചെയ്യണം. ഇത് പ്ലാൻ ഞാൻ അതാ അവിടെ നിന്ന് ആദ്യം. ന്യൂസിൽ വന്നിട്ടുണ്ടായി കുട്ടികൾ ജനിച്ചു എന്ന്. ഇന്നാൾ റീലൊക്കെ ഫേമസ് ആയിരുന്നു. അശ്വതിനായിരുന്നു അറിയാം. ഞാൻ പറയാം. ഉണ്ടല്ലോ. ഞാൻ പറയാം ഫിലിം സ്റ്റാർ. അടിച്ചു നിന്നെ ഞാൻ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ലേശം കൊടുത്ത്. ലേശം ഉൾപ്പെടുന്നു ചോദിക്കുന്ന ആളാരാ? ലേശം ഉൾപ്പെടുന്നു ചോദിക്കുന്ന ആളാരാ? ചേട്ടനറിയാം. പറഞ്ഞോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കണ്ട, അതല്ല. Next clue ആട്ടെ. Cigarette ഓ? ഇതെന്ത് അയ്യേ നിങ്ങള് അയ്യേ കണ്ടു അല്ല, നീ പറഞ്ഞ clue എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് ഞാൻ മറന്നു. കണ്ടു നിക്ക്. ഞാൻ കണ്ടില്ല ഇവിടെ. ഈ ലാസ്റ്റ് പറഞ്ഞ ക്ലൂ വെച്ച് പെട്ടെന്ന് ഞാൻ കിട്ടും പറഞ്ഞത് ഞാൻ മറന്നു. അപ്പൊ എന്തായിരുന്നു clue എന്തായിരുന്നു? ഫിലിം സ്റ്റാർ. ഫിലിം സ്റ്റാർ ലേശം ഉളുപ്പ് ഷൈൻ ടോം ചാക്കോ ആണോ? കഴിഞ്ഞോ? കൺഗ്രാറ്റുലേഷൻ. അല്ല നിങ്ങൾ ഒന്നുകൂടെ ആയിരിക്കും നിങ്ങൾ പറയണം പേടിയാവാ. ഇത് കിട്ടി ഭയങ്കര എളുപ്പാ ടെൻഷനാവും. പത്തി പോലെ ഇത്ര ടെൻഷൻ ഇത് ഭയങ്കര എളുപ്പാ Attack ഒന്നും വീഴുള്ളൂ. ആ കളി പെട്ടെന്ന് കിട്ടും പറഞ്ഞോ ക്ലൂ ഓൾറെഡി സ്റ്റീഫ പറയടാ. എത്തിയാ. അല്ല ഒരു പ്രസ്ഥാനം ഒരു കമ്പനിയാണ്. കൺട്രിയാണ് കൺട്രി. സ്റ്റീഫ കളകളി വിളിക്ക്. ഫൗൾ വിളിക്ക്. ഞാൻ ഓക്കെ സമ്മതിച്ചു. മിലൻ തല്ലു പറഞ്ഞ തല്ലു. ഞാൻ എന്നാ പൊക്കോട്ടെ സ്ട്രഗിൾ. നിങ്ങൾ ആ സിഗരറ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ കോമൺ അല്ലല്ലോ പിന്നെ. എന്തൊക്കെ വർഷ എന്തായിരുന്നു ഇവിടെ തന്നെ ഉണ്ടല്ലേടി. അതൊന്നും അല്ല. രണ്ട് ഉത്തരം കളഞ്ഞു. അതെ തോറ്റു തൊപ്പിട്ട് നാല് തൊപ്പിയുണ്ടോ വയ്ക്കാൻ? ആരാന്ന് വെച്ച് ഗ്ലാസ്സെല്ലാം എടുത്ത് കൊണ്ടുവച്ചു. ഇപ്പൊ ഈ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സോക്കോൾഡ് എപ്പോഴും കാണുന്ന ഒരു കേൾക്കുന്ന ഒരു ടേമാണ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ. ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, അല്ലാതെ ഫോളോവേഴ്സ് വെച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാതുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ലൈക്ക് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്ന ഫാൻ ഫോളോവേഴ്സ് അല്ലെങ്കിൽ കുറെ ഫോളോവേഴ്സ് ഉള്ള കുറെ ഒരു ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ടേമിനെ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നത് അതിനെ പറ്റിയിട്ട്? എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് പറയില്ലേ. അല്ല, നിലനിൽപ്പാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബ്രാൻഡ് വരത്തുള്ളൂ. ഇപ്പൊ ആരായാലും ഇപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞാലായിരിക്കും എനിക്ക് ഒരു ബ്രാൻഡ് എന്നെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പൈസ കിട്ടുക, നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആരായാലും അത് പറയുന്നത് അതാണ്. പക്ഷെ അങ്ങനെ എല്ലാവരും ഇൻഫ്ലുവൻസർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്, പക്ഷെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ കുറേ ആൾക്കാരുണ്ട് ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള ബേസിസിൽ മാത്രം ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെയും ഒരു പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിലുപരി ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ച ആ ഒരു നമ്മൾ ആക്ച്വലി നമ്മളെ ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും നമ്മളിങ്ങനെ കുറെ പേർക്ക് നമ്മളെക്കാൾ ഫോളോവേഴ്സ് ഉള്ള കുറെ പേര് അപ്രോച്ച് ചെയ്യും, എന്തെങ്കിലും ആഡൊക്കെ ചെയ്യും, പക്ഷെ അവർക്കൊന്നും റിസൾട്ട് ഉണ്ടാകത്തില്ല, ആരും വിളിക്കത്തില്ല. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇത് കണ്ടിട്ട് അവരെ വിളിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ കണ്ടന്റ് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് പറയും. അപ്പം അങ്ങനെ കുറെ വരുന്ന ബ്രാൻഡുകളുണ്ട് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട്. യൂട്യൂബിലൊക്കെ ഓക്കെ, അങ്ങനെയുള്ള നമുക്ക് യൂസ്ഫുൾ ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പം കഴിഞ്ഞ കുറേ നേരമായിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറായിരുന്നു തോന്നുന്നു നമ്മൾ തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര രസമായിട്ട് പോകുമായിരുന്നു, ഭയങ്കര ഫൺഫിൽഡ് ആയിട്ട് പോകുമായിരുന്നു. കുറെ കൂടെ ഒക്കെ പോകാനുള്ള ക്വസ്റ്റ്യൻസും ഗെയിമും ഒക്കെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ ടൈമിന്റെ പ്രശ്നം കൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ടീമിനുമായിട്ട് ഇനിയും എനിക്ക് വേറെയും ഇന്റർവ്യൂസും കാര്യങ്ങളും വർക്കും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഈ ആക്ടിങ് തന്നെയല്ലേ മുന്നോട്ട് പോകാൻ താല്പര്യം? സിനിമ എല്ലാവർക്കും അത് തന്നെയാണ്. എല്ലാവരും സിനിമ കാണാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ജാങ്കോ സ്പേസിൽ ഇതുപോലെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട് ജാങ്കോ സ്പേസിൽ റോഷാക്കും ജയ് ആങ്കർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി. അപ്പൊ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതും ഒരു അച്ചീവ്മെന്റ് ആണ്, ആങ്കർ ആയിട്ട് ഇരുന്നിട്ട് ഗസ്റ്റ് ആയിട്ട് വരാന്ന് പറയുന്നത്.
കൊള്ളാം, അടിപൊളി. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് സുധേട്ടൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം, പക്ഷെ വേറെ അറിയില്ലായിരുന്നു. പറഞ്ഞല്ലോ. പറഞ്ഞു, സന്തോഷം, ഗുഡ്, നല്ല കാര്യല്ലേ. അപ്പം പറയൂ. അപ്പം പൊതുവെ ഞങ്ങൾ എല്ലാവർക്കും സിനിമയിൽ വരാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹം. ഓൾറെഡി നമ്മള് പലരും ഇപ്പൊ സ്റ്റീഫൻ തുടരും എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു, ഇനി വലിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പം ഞാനും ഇപ്പൊ 3 മൂവി ചെയ്തിട്ടുണ്ട്. 2 പടം റിലീസ് ആവാനുണ്ട്. ഒരു പടം റിലീസായി, PDC എന്ന് പറഞ്ഞൊരു പടം, PDC ചെറിയ ഡിഗ്രി എല്ലാം പറഞ്ഞ മൂവി ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. ഇനി 2 പടം കൂടി വരാനുണ്ട്. 2 പടത്തില് അത് ഒരു പടം ഞങ്ങൾ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ്. നിങ്ങൾ എല്ലാവരും കാജൽ മാത്രം അതില്, കാജലും സുജിത്തും ഈ സുജിത്തും മാത്രമല്ല, ബാക്കി എല്ലാവരും ഞങ്ങൾ അഭിനയിച്ചൊരു പടം. ഫ്ലാസ്ക് സാജി ഗ്രൂപ്പിന്റെ പടം വരുന്നുണ്ട്. രാഹുൽ ചേട്ടനാണ് സംവിധാനം. ഏഷ്യാവിൽ വർക്ക് ചെയ്യുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ DOP വഴിയാണ് നമുക്ക് അത് കിട്ടുന്നത്. ഞങ്ങൾ എല്ലാവരും ശരിക്കും ഏഷ്യാവിലിന്റെ മൂവിയാണ് ഫ്ലാസ്ക്. ഓക്കെ, നിങ്ങൾ ആ ടീമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയില്ലേ? കൊള്ളാം. അപ്പൊ എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സിനിമയിൽ നല്ല നല്ല രീതിയിലൊക്കെ വരട്ടെ. നിങ്ങൾ ചെയ്ത സിനിമകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ, ആ ഒരു ലെവലിലേക്ക് എത്തട്ടെ. എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊരു പാട്ട് പാടണ്ടേ? നമുക്ക് പാട്ട് പാടി അടിപൊളിയാക്കി ചെയ്യാം. മിലന്റെ ഒറ്റയ്ക്ക് ആരംഭിക്കുന്നത്. ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞടി പോയിടാ എന്നെ നെഞ്ചാകെ നീയല്ലേ എന്നെ ഉൾമാറിയല്ലേ നിന്നെ അവസാനം പാടിച്ചത് കാര്യം ഡിലീറ്റ് ചെയ്ത് കളയല്ലോ. എനിക്കൊന്ന് ക്യാമറ ചാർജ് ചെയ്ത് നിന്നിട്ട് കുറെ സമയം തോന്നുന്നു. പാട്ട് പാടാന്ന് കേട്ടില്ലല്ലോ. അതൊക്കെ ഫോട്ടോ